ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്കോസ്റ്റിന് ശരിക്കും 50% വെയിൽ മതി എന്ന് വിചാരിച്ച് ഓവർ ചോലയിൽ വന്നു കഴിഞ്ഞാൽ ഇത് വളർച്ചയും കാര്യങ്ങളും കുറയും. നമുക്കിവിടെ സമ്മിശ്ര കൃഷിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കാരണം സൂര്യപ്രകാശം 100% ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. നമുക്ക് പല ചെടികളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കത് പല രീതിയിലുള്ള പല സമയത്ത് നമുക്ക് വരുമാനം തരുന്ന ചെടികളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കത് ലാഭകരമാണ്. എന്നാൽ ഇപ്പോൾ റംബൂട്ടാൻ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ചെടികൾ അതിൻ്റെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കത് റംബൂട്ടാനിൽ നിന്നുള്ള വരുമാനം കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ റംബൂട്ടാൻ നടുമ്പോൾ നമ്മൾ പ്ലെയിനായിട്ടുള്ള നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടാം. മാങ്കോസ്റ്റിൻ നടുമ്പോൾ ഇപ്പോൾ ജാതിയൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ മാങ്കോസ്റ്റിൻ നടാം, പ്രോബ്ലം ഒന്നുമില്ല. 50% വെയിൽ കിട്ടിയാൽ മതി. പിന്നെ നല്ല വെയിലും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ചെടികൾക്ക് വളർച്ചയും കൂടി കിട്ടും. അതുപോലെ തന്നെ കായ്ഫലം ഉണ്ടാവലും കൂടി കിട്ടും. ഇതിപ്പോൾ നമ്മൾ കായ്ച്ച മാങ്കോസ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ 2 കൊല്ലമായ കായ്ച്ച് കിട്ടിയ മരങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇത് സ്വല്പം ചെറുതാണ്. മിക്കവാറും അടുത്ത കൊല്ലത്തേക്ക് കായ്ച്ച് കിട്ടും. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്തൊരു വലിയ ജാതിയും ഇപ്പോൾ ഉണ്ട്. ആ ജാതി നമുക്ക് നല്ല വരുമാനം തരുന്ന ജാതി. അപ്പോൾ ആ ജാതിയുടെ ചോലപ്പാടം ഉള്ളത് കൊണ്ടാണ് ഇത് ചെറുതായിട്ട് നിൽക്കണം. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ വലിയ വെയിലില്ല കാര്യങ്ങളിൽ നിൽക്കണമെങ്കിലും അതൊക്കെ കായ്ച്ച് കിട്ടിയതാണ്. എന്നാൽ ഇതും ഒരു മാങ്കോസ്റ്റിൻ തൈയാണ്. ഇത് നമ്മളിപ്പോൾ ഈ കായ്ച്ചിട്ട് 2 വർഷമായ തൈകളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 2020 ജൂണിൽ മറ്റ് തൈകൾ വെച്ചേ ആ കൂട്ടത്തിൽ വെച്ചതാണ്. അതിന് ഇത് ഈ ഇങ്ങനെ നിൽക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഈ ജാതിയുടെ അടഞ്ഞ ചോലയിലാണ്. സൂര്യപ്രകാശം കാര്യമായിട്ടില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചത് ജാതിനെ കട്ട് ചെയ്യാനാണ്. ജാതി കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പം ഇത് വലുതായി വരും, നമുക്ക് മാങ്കോസ്റ്റിൻ്റെ വരുമാനം കിട്ടും. ജാതിനെ കട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചെടികളെല്ലാം വെച്ചത്. പക്ഷേ നമ്മൾ എറണാകുളത്തായിരുന്നു. ഇവിടെ വന്ന് ചെടികൾക്കെല്ലാം നല്ല വളവും കാര്യങ്ങളും കൊടുത്തപ്പോൾ നമുക്ക് ജാതിയിൽ നിന്നും ധാരാളം കായകളും നല്ല വരുമാനവും കിട്ടി. അപ്പോൾ നമുക്ക് ജാതിനെ കളയണം എന്നുള്ള ആ ഒരു സംഭവം മാറ്റി ജാതി കളയാതെ നിലനിർത്തി. അപ്പോൾ ഇത് ചോലയിലായിപ്പോയി. അടഞ്ഞ ചോലയാണ്. 10% വെയിലൊക്കെ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണും. നമ്മൾ ചോലയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചെടി വളരില്ല. അത്യാവശ്യം 50% വെയിൽ കിട്ടണം. അതിനൊരു ഉദാഹരണം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതാണത്. ഇത് കണ്ട ആരും പറയും 2 വർഷമായ തയ്യണമെന്ന് പറയും. ഇത് 2 വർഷമല്ല, ശരിക്കും 7 വർഷമായ തയ്യാണ്. 7 6 വർഷം കഴിഞ്ഞു. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്